ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 12-ാം അധ്യായം 19-ാമത്തെ വചനം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. ഇവിടെ യെശയ്യാ പ്രവചനത്തിലുള്ള ഒരു പ്രവചനം മത്തായി എന്ന സുവിശേഷകൻ എടുത്തെഴുതുകയാണ്. ചതഞ്ഞ ഓട ഒടിക്കാത്തത്. ഈ ഓട എന്ന് പറയുന്നത് ബാംബു വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. ഇതുകൊണ്ട് ഒത്തിരി ഉപയോഗമുണ്ട്. അതിലൊരു ഉപയോഗം ക്രൂശിൽ മരണാസന്നമായി കിടക്കുന്ന മനുഷ്യന്റെ നാവിനെ തണുപ്പിക്കേണ്ടത്, വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഓടയിലൂടെ. യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ദാഹിച്ച് ജലം ചോദിച്ചപ്പോൾ ഒരുത്തൻ ഓടി ഒരു ഓടക്കോലിന്മേലാണ് കർത്താവിന് ദാഹം മാറ്റാനുള്ള വെള്ളം. എന്നാൽ പ്രവാചകൻ പ്രവചിക്കുക, ഒത്തിരി ഉപയോഗമുള്ള ഈ ഓട ചതഞ്ഞു. എന്നാൽ ചതഞ്ഞ ഓട ഒടിക്കാനല്ല കർത്താവ് വന്നത്, അതിനെ വീണ്ടും ഒത്തിരി പേരുടെ ദാഹം തീർക്കും. ഓടയുടെ രണ്ടാമത്തെ ഒരു ഉപയോഗമാണ് ഓടക്കുഴൽ വായിക്കും. സംഗീതോപകരണങ്ങളിൽ, ആരാധനകളിൽ മനുഷ്യനെ ഏറ്റവും അധികം ആത്മീയമായി ഉണർത്തുന്ന ഒന്നിനകത്ത് ഉള്ള വാദ്യോപകരണങ്ങളിൽപ്പെട്ട ഒന്നാണ് ഓടക്കുഴൽ വായന. അപ്പൊ ഒത്തിരി പേരെ ആത്മാവിന്റെ നിർവൃതിയിലേക്ക് എത്തിക്കേണ്ട ഒരു ഓടക്കുഴലായി മാറേണ്ട ഈ ഓട, ഒത്തിരി പേരുടെ ദാഹം തീർക്കേണ്ട ഈ ഓട പ്രതിസന്ധിയുടെ നടുവിൽ ചതയപ്പെട്ടു. എന്ന പ്രവാചകൻ പറയുക, യേശു വന്നത് Go in peace and be whole of thy plague. ആ ചതഞ്ഞ ഓടയെ ഒടിക്കാനല്ല, പ്രയോജനമുള്ള ഒരു ഓടയാക്കി നിന്നെ ചികിത്സ നടത്തി ഇനിയും നല്ലൊരു ഓടയാക്കി പുറത്തെടുക്കുവാൻ കർത്താവാകും. രണ്ടാമത് എഴുതിയിരിക്കുക, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയും. ആ തിരി കെട്ടുപോയി, അത് പുകഞ്ഞുകൊണ്ടിരിക്കുക. പാട്ടുകാരൻ പാടുന്ന ഒരു പാട്ടുണ്ട്, കരിന്തിരികൾ മുറിച്ചു മാറ്റി പാത്രങ്ങളിൽ എണ്ണ പകരം. മണവാളന്റെ വരവിനെ എതിരേൽക്കാനിരിക്കുമ്പോൾ 90% കാര്യം 5 കന്യകമാരുടെ കറക്റ്റായി. പക്ഷെ എണ്ണ എന്ന ഒരു കാര്യം പറഞ്ഞു. അവൻ 90% ഒരുങ്ങിയാൽ പ്രിയന്റെ വരവിൽ പോകാൻ പറ്റത്തില്ല. 100%. നിന്റെ വിളക്ക് കെട്ടിരിക്കുവാണോ കത്തി പുകഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ കർത്താവ് പറയുക, അതിനെ ആളി കത്തിക്കാൻ ഒരുവൻ വരും, അവനാ ഞാൻ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഒത്തിരി പ്രയോജനമുള്ള ചില ഓടകൾ ചതഞ്ഞു കിടക്കും. ഇന്നതിനെ ചികിത്സിച്ച് പ്രയോജനമുള്ള ഓടയാക്കി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിളക്കുകളെ ആളി. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നിശ്ചയമായി നീ ഒടിയത്തില്ല, ദൈവം നിന്നെ നിവർത്തി നടത്തും.